ഹലോ ഡേ 2. യെസ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ അല്ലെ? അതായത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, പാക്കേജിങ്ങിൽ വ്യത്യാസമുണ്ട്, ട്രേഡ് ഡ്രസ്സിൽ വ്യത്യാസമുണ്ട്, മാത്രമല്ല ഇൻഡസ്ട്രിയൽ ഡിസൈനകത്ത് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. അപ്പോൾ ഏതായാലും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡിഫറൻസ് പറയുന്നതിനൊക്കെ മുമ്പ് എന്തൊക്കെ കോമൺ ഫാക്ടേഴ്സ് ആണ് ഇവർ തമ്മിൽ ഷെയർ ചെയ്തേക്കണെന്ന് നോക്കിയാലോ. സംഭവം ഒന്നുമല്ല, ഈ പറയുന്ന ഇവരുടെ ബ്രാൻഡ് നെയിം എന്തായാലും രണ്ടും സെയിം തന്നെയാണ്. രണ്ടും എഴുതിയിരിക്കുന്ന രീതിയും ഏകദേശം അല്ല, രണ്ടും പക്ക കാർബൺ കോപ്പി ആയിട്ട് തന്നെയാണ് നമുക്ക് തോന്നാനായിട്ട് പറ്റിയ. റൈറ്റിംഗ്സിന്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. അതിന്റെ മുകളിൽ നമുക്ക് രജിസ്റ്റേർഡിന്റെ, അതായത് രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ആണ് എന്നുള്ളതിന്റെ ഈ ഒരു ആറും കൂടെ കാണാം റൗണ്ടിനകത്ത്. ഐ തിങ്ക് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിപ്പോൾ വരുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്തായാലും ഈ ഒരു കേർഡിന്റെ കപ്പ് എടുത്ത് നോക്കുമ്പോഴാണെങ്കിലും ഒരുപാട് ഫാക്ടേഴ്സ് കാണാനായിട്ട് പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറയുന്ന ഒരു പ്ലാസ്റ്റിക് കപ്പ് വിത്ത് ഈ അലുമിനിയം ഫോയിലിന്റെ തന്നെ ഒരു ഓപ്പണബിൾ ആയിട്ടുള്ള ഒരു കവറിങ് വരുന്നുണ്ട്. ദെൻ പിന്നെ നമ്മൾ കേർഡ് എന്ന് എഴുതിയിട്ടുള്ളതാണെങ്കിലും പിന്നെ ഫാം ഫ്രഷ് കേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനിടയിൽ തന്നെ ഒരു ഗ്രീൻ ലൈൻ വരുന്നുണ്ട്. ഇതെല്ലാം ഇതിന്റെ സ്പെസിഫിക് ക്യാരക്ടേഴ്സ് ആണ്. പിന്നെ വരുന്നത്, അതായത് ഡിഫറെന്റ് ലാംഗ്വേജസിൽ അത് താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാം എന്താണ് ഇതിനെ ബാധിക്കുന്ന കാര്യങ്ങൾ. സോ ഇതെല്ലാം പ്രൊട്ടക്റ്റഡ് ആണ് ഗൈസ്. മാത്രമല്ല ഇവരുടെ ട്രേഡ് സീക്രട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ട്രേഡ് സീക്രട്ട് ഓരോന്നിനും അതായത് എൻ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. കാരണം നമ്മൾ കേർഡിന്റെ ആയിരിക്കില്ല ബട്ടറിന് ഉണ്ടായിരിക്കുക. ഇനി ഇവരുടെ ഐസ്ക്രീം ഉണ്ടെങ്കിൽ അത് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ എന്തായാലും ട്രേഡ് സീക്രട്ട് എൻ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ആ ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റിന് മാത്രമാണ് ആ ഒരു ട്രേഡ് സീക്രട്ട് ഉള്ളൂ. ബാക്കി എല്ലാത്തിൻ്റെയും ടേസ്റ്റും കാര്യങ്ങളൊക്കെ എൻ്റയർലി ഡിഫറെന്റ് ആണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ട്രേഡ് സീക്രട്ടിനും വാരിയേഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ഈ വരുന്ന ഒരു ന്യൂട്രീഷണൽ ഇൻഫോർമേഷനും കൂടി ഉണ്ട്, അപ്രോക്സിമേറ്റ് റേറ്റിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതും ഈ പറയുന്ന ഫാക്ടേഴ്സ് എല്ലാം എൻ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ബിക്കോസ് ഇതൊരു സ്പെസിഫിക് പ്രൊഡക്റ്റ് ആണ്. സെയിം കമ്പനി എന്നുള്ള ഒരു കോമൺ ഫാക്ടേഴ്സ് മാത്രമാണ്. അവരുടെ ലോഗോയും സെയിം കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. പിന്നെ ഇതൊരു വെജിറ്റേറിയൻ പ്രൊഡക്റ്റ് ആണ് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ പറയുന്ന കേർഡിന്റെ പാക്കറ്റിനകത്ത് സ്പെസിഫിക് ആയിട്ട് വരുന്നത്. ഈ കളറിനും ഈ റൈറ്റിങ്ങിൽ നമ്മളിപ്പോൾ ഈവൻ തോ നമ്മൾ ഈ മിൽക്കി മിസ്റ്റിന്റെ ഐ എഴുതിയിരിക്കുന്ന ഒരു പാറ്റേൺ ഓഫ് റൈറ്റിങ്, ഇതെല്ലാം പ്രൊട്ടക്റ്റഡ് ആണ് ഗൈസ്. ഇപ്പൊ നമ്മൾ ബട്ടറിലോട്ട് വരാന്ന് വിചാരിക്കാം. നമ്മൾ പ്രകൃതിദത്തമായിട്ടുള്ള സംഭവങ്ങളാണ്, അതായത് ഫാമുകളിൽ നിന്നാണ് ഇത് ശേഖരിച്ചിട്ടുള്ളതെന്നൊക്കെ കാണിക്കാനായിട്ട് ഈ പച്ചപ്പുല്ലും കാര്യങ്ങളെല്ലാം അവരവരുടെ സ്പെസിഫിക് ഫാക്ടറായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാസ്ചറൈസേഷനും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം, അതായത് അതെല്ലാം അവരുടെ ട്രേഡ് സീക്രട്ട് ആയിട്ട് തന്നെ ഇരിക്കും. അത് ഇതിന് ഓരോന്നിനും സ്പെസിഫിക്, ഞാൻ പറഞ്ഞല്ലോ പ്രൊഡക്റ്റ് ബൈ പ്രൊഡക്റ്റ് ട്രേഡ് സീക്രട്ട് എന്തായാലും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ വരുന്നത് ഈ പറയുന്ന ന്യൂട്രീഷണൽ ഇൻഫോർമേഷൻ ആണെങ്കിലും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ബിക്കോസ് ഇതിന്റെ രണ്ടിന്റെയും പ്രൊഡക്റ്റുകൾ വ്യത്യാസമാണ്, അവരുടെ ടേസ്റ്റ് വ്യത്യാസമാണ്, അവർ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന പ്രൊഡക്റ്റുകളാണ്. സോ ഇത്രയൊക്കെയാണ് ഇത് രണ്ടും വെജിറ്റേറിയൻ പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു ലോഗോ. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി, അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ കോമൺ ആയിട്ട് ഈ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഡേ ടു ഡേ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുമായിട്ട് ഞാൻ കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും നമ്മളൊരു എക്സാമ്പിൾ വെച്ച് കാര്യങ്ങൾ കുറച്ചുകൂടെ ഈസിലി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലോട്ടാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ ഡേ ടു ഡേ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആകുമ്പോൾ കുറേയൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതർവൈസ് ഞാനിപ്പോൾ എത്ര പറഞ്ഞു തന്നു കഴിഞ്ഞാലും നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. സോ നമ്മൾ എന്തായാലും ഇനിയാണ് നമ്മൾ ശരിക്കും എന്താണ് ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, എന്തൊക്കെയാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പം ഞാൻ മാക്സിമം വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിക്ക് ജസ്റ്റ് പറയുന്നു. പിന്നെ ഓരോ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ട്, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിനെ പറ്റിയിട്ട് ഓരോ വീഡിയോസ് ആയിട്ട് 1-2 വീഡിയോസ് അതിൻ്റെ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ കോണ്ടന്റ് പ്രിപ്പയർ ചെയ്ത് വന്നു കഴിഞ്ഞാലാണ് അത് എത്രമാത്രം ഉണ്ടാവും എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. സോ മാക്സിമം ഓരോന്നിനെ പറ്റി ഓരോ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാനായിട്ട് ശ്രമിക്കാം. ഇപ്പം ചെറിയ ചെറിയ സംഭവങ്ങളാണ് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണെങ്കിൽ രണ്ടെണ്ണെങ്കിലും, അതായത് 2 ടോപ്പിക്കെങ്കിലും ഒരൊറ്റ വീഡിയോയിലായിട്ട് കവർ ചെയ്യാനും ശ്രമിക്കാം. അപ്പോൾ ഇനി എന്താണ് ഈ പറയുന്ന ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി? നമുക്കൊരു ക്രിയേഷൻ ഓഫ് മൈൻഡ് ഉണ്ട്. അതായത് എനിക്ക് കഥ എഴുതാനുള്ള ഒരു കഴിവുണ്ട്. അതായത് ഞാനൊരു കഥ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ക്രിയേഷൻ ഓഫ് മൈൻഡ്, ഞാനവിടെ കംപ്ലീറ്റ്ലി എൻ്റെ ഈ മൈൻഡ് യൂസ് ചെയ്ത് അത്രയും ഞാൻ എഫേർട്ട് എടുത്തിട്ടാണ് ഈ പറയുന്ന ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ എന്തെങ്കിലും ഒരു ഓണർഷിപ്പോ, അതായത് നമുക്ക് ഈ സംഭവം തൊട്ടറിയാനായിട്ട് പറ്റില്ല.
ഈ പറയുന്ന കഴിവുകൾ നമുക്ക് ഒരിക്കലും ടാഞ്ചിബിൾ അല്ല, ഇൻടാഞ്ചിബിൾ ആയിട്ട് വരുന്ന റൈറ്റ് ആണ്. സോ ഈ പറയുന്ന ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സിന്റെ പുറത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഓണർഷിപ്പ് റൈറ്റ് വേണ്ട. ഇപ്പൊ ഞാൻ ഇന്നൊരു കഥ എഴുതി, അത് മറ്റൊരാള് അത് എന്താ പറയാ കോപ്പി അടിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാണ്, അല്ലെങ്കിൽ ആ ഒരു വർക്കിനെ ഞാനിപ്പോ എഴുതിയിരിക്കണ കഥയെ മറ്റൊരാൾ സിനിമയാക്കാന്ന് വിചാരിക്കുക. അപ്പൊ എനിക്കവിടെ യാതൊരു ഇത് റോളും ഇല്ല. കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ആ പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ ഒരു, അതായത് നമ്മളെ ആരും അറിയില്ല. സോ ആ ചെയ്ത ഒരാളെയാണ് എപ്പോഴും ആളുകൾ ആലോചിച്ച് വെക്കുന്നതും. അവർക്കാണ് ഈ ഫുള്ള്, അതായത് ഞാനെടുത്ത ഫുൾ എഫേർട്ടിന്റെ റിസൾട്ട് കിട്ടുന്നത് മറ്റൊരാൾക്കാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമുക്ക് ഇത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് പിന്നെ കുറഞ്ഞു പോവില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഉദയനാണ് താരം മൂവി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഞാനിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കലും എനിക്ക് ഓർമ്മയിൽ വന്നതാണ് കേട്ടോ. അപ്പൊ ശ്രീനിവാസൻ സാറ് നമ്മുടെ ലാലേട്ടന്റെ കഥ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അപ്പോൾ അത് ഈ കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള വർക്ക് ആണെങ്കിൽ അത്തരത്തിൽ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാര്യം നടക്കില്ല. സോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പൊ നാളെ തൊട്ട് എനിക്കൊരു കഥ എഴുതാനായിട്ട് എനിക്കൊരു ഇൻട്രസ്റ്റ് വരണം. ക്രിയേഷൻ ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് എനിക്കത് യൂസ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് വന്നാൽ മാത്രമാണ് ഫർദർ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ സെക്കൻഡ് പോയിന്റ് ആയിട്ട് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇൻടാഞ്ചിബിൾ ആണ്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടാഞ്ചിബിൾ അല്ല. ആക്ച്വലി നമുക്കറിയാം, നമുക്കിപ്പോൾ ഒരു വാച്ച് ഉണ്ട് അല്ലെങ്കിൽ ഒരു കാർ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് തൊട്ട് നോക്കാനായിട്ട് പറ്റും. സോ ഇത് അത്തരത്തിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റില്ല. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഇൻടാഞ്ചിബിൾ ആണ്. മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ, യെസ്, റാം കെയർ ഓഫ് ആനന്ദി. ഒരു ടൈമില് ഒരുപാട് റീൽസ് ഒക്കെ വന്നിട്ടാണ് ഞാൻ ഈ ബുക്ക് വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ 1-2 റീലുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ബുക്ക് മൂവി ആക്കുന്നതിനെ പറ്റിയിട്ട്. മാത്രമല്ല ഈ ഒരു ബുക്കിന്റെ പതിപ്പ് ഇറക്കുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും. അപ്പോൾ നമുക്ക് ഈ 2 കാര്യങ്ങളെ പറ്റി പറയാം. അതായത് ഈ ഒരു ബുക്കിന്റെ എക്സ്ക്ലൂസീവ് റൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഓതർക്ക് തന്നെയാണ്. സോ ഈ ഒരു ഓതറിന് തന്നെയാണ് എന്തിന്റെ റൈറ്റും കൂടെ വരുന്നത്. ഈ ബുക്കിന്റെ പതിപ്പ് അടിച്ചിറക്കുന്നതിനാണെങ്കിലും ഇതൊരു മൂവി ആക്കണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആദ്യം നമുക്ക് ആരുടെ കൺസെന്റ് ആണ് വേണ്ടത്? ഈ പറയുന്ന ഓതറിന്റെ കൺസെന്റ് ആണ് വേണ്ടത്. അപ്പോൾ ഈ പറയുന്ന ഒരു കാര്യം സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം ആണ്. അതായത് ഇപ്പോൾ ഓരോന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, അതായത് ഏതൊക്കെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ഉണ്ടോ അതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിലൊരു സ്പെസിഫിക് ടൈം പീരീഡിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. ഞാനത് ഓരോന്ന് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ചിലപ്പോൾ 20 years ആയിരിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും അത് ഓരോന്ന് ചെയ്യുന്ന സമയത്ത് അതൊരു ടേബിൾ ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കാം. അല്ലെങ്കിൽ ഒരു ടേബിൾ നമ്മുടെ പ്രസന്റേഷൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തും കൂടെ കൊടുക്കാം. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഈസി ആയിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് കൺഫ്യൂഷൻ ആവേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലാണ് വരുന്ന ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ടെറിട്ടോറിയൽ ആണ് സംഭവം. ടെറിട്ടോറിയൽ എന്ന് പറയാനുള്ള കാരണം, അതായത് ഇന്ത്യയുടെ ഒരു ടെറിട്ടറിക്ക് അകത്താണ് നമ്മളൊരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, അതായത് നമ്മുടെ ഒരു കോപ്പിറൈറ്റ് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ പാറ്റന്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അത് ബാക്കിയുള്ള കൺട്രിയിലോട്ട് എന്താവില്ല, അത് അപ്ലിക്കബിൾ ആയിട്ട് വരില്ല. സോ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്ത് വരുന്നത്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസിന്റെ അണ്ടറിൽ. അതായത് അതിന്റെ ബേസിക് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇതൊരിക്കലും ഞാൻ പറഞ്ഞത് ഒരിക്കലും ഒരു ബുക്കിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു ട്രേഡ് മാർക്കിനെ പറ്റിയോ പേറ്റന്റിനെ പറ്റിയിട്ടോ മാത്രമല്ല, ഇത് എൻറ്റയർലി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന്റെ ക്യാരക്ടേഴ്സ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്, അതായത് എന്തിനൊക്കെയാണ് കോപ്പിറൈറ്റ് കിട്ടുക? നമ്മുടെ ഒരു ലിറ്റററി വർക്ക് ഉണ്ടെന്ന് വിചാരിക്കാം, നമുക്കതിന് കോപ്പിറൈറ്റ് കിട്ടും. ഇനി അതൊരു ഡ്രാമാറ്റിക് വർക്കാന്ന് വിചാരിക്കാം, എന്തെങ്കിലും ഡ്രാമ റിലേറ്റഡ് ആയിട്ട് വരുന്നു. ഇപ്പൊ ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ഒരു കവിത എഴുതിയിട്ടുണ്ട്, അപ്പൊ ഇതെല്ലാം എന്താണ്, കോപ്പിറൈറ്റ് ആണ്. പിന്നെ ഡ്രാമാറ്റിക് വർക്ക് എല്ലാം ഡ്രാമാറ്റിക് വർക്കിന്റെ അണ്ടറിൽ വരും. പിന്നെ ഒരു ആർട്ടിസ്റ്റിക് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ബേസിക്കലി വരുന്നത്? ഓക്കെ, ഞാനൊരു പടം വരയ്ക്കുന്നുണ്ട്, അപ്പോൾ അതെന്താണ് ഒരു ആർട്ടിസ്റ്റിക് വർക്കിന്റെ അണ്ടറിൽ വരുന്നതാണ്, അതും നമുക്ക് കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് ആണ്. ഇനിയിപ്പോ സൗണ്ട് റെക്കോർഡിംഗ് ആണെന്ന് വിചാരിക്കാം, സൗണ്ട് റെക്കോർഡിംഗ് ആണെങ്കിലും എന്താണ് കോപ്പിറൈറ്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. മാത്രമല്ല സിനിമാറ്റോഗ്രാഫിക് വർക്ക്, അതായത് ഒരു മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരൊറ്റ ഫാക്ടർ അല്ലെങ്കിൽ ഒരൊറ്റ കോപ്പി, നമുക്കത് കോപ്പിറൈറ്റഡ് വർക്ക് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുമെങ്കിലും അതിൽ ഒരു കാര്യം മാത്രമല്ല വരുന്നത്, ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. സോ എല്ലാം കൂടി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഫാമിലി പാക്കേജ് ആണ് ഒരു മൂവി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ഈ പറയുന്ന മൂവിക്കാണെങ്കിലും നമുക്ക് കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് കോപ്പിറൈറ്റ് പ്രൊട്ടക്ട് ചെയ്ത് വരുന്നത്. അപ്പൊ നമ്മളൊരു സിനിമയാണെങ്കിലും പാട്ടാണെങ്കിലും, ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ഒരു കവിത എഴുതിയിട്ടുണ്ട്,
അല്ലെങ്കിൽ എൻ്റെ ഒരു സൗണ്ട് റെക്കോർഡിംഗ് ഉണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് ആയിട്ട് വരുന്നത്. ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് കോപ്പിറൈറ്റിനെ പറ്റിയിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ആക്കിയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ ഇൻവോൾവ് ആക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിവേ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. കൂൾ ഗുരു, ശുക്രിയ.